ദേവസേനയായി മാറി. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രേണുവിന്റെ വീഡിയോ അല്ല എടുക്കുന്നത്, മറിച്ച് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മുടെ ജാസിയുടെ വീഡിയോ ആണ്. നമ്മുടെ ജാസി കണ്ടില്ലേ, ആദ്യത്തെ ആ ലുക്ക് കണ്ട് പക്ക ഡാഷ് കാണുന്നുണ്ടല്ലേ. ആ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇതായിട്ടൊക്കെ വരുമ്പോഴത്തേന് വേറൊരു ലുക്കായി. മേക്കപ്പ് ഒന്നും ചെയ്യാതെയൊക്കെ ഇരിക്കുമ്പോഴത്തേന് എന്താ ലുക്ക്, നിങ്ങൾ തന്നെ പറയൂ എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ ഒന്നും പറയുന്നില്ലേ. അതൊക്കെ പോട്ടെ. നമ്മുടെ ജാസിയും ആഷിയും കൂടെ ഒരു കട ഉദ്ഘാടനത്തിന് പോയി. ആ കടയിൽ എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് കാണണ്ടേ? വലിയൊരു കാര്യം സംഭവിച്ചു ആ കടയിൽ. ഇത് ഒരു സ്വർണ്ണക്കടയിലും കണ്ട ഉദ്ഘാടനത്തിന് പോയത്. എന്തായാലും നിങ്ങളൊന്ന് കാണും. ജാസിയും ആഷിയും ഉദ്ഘാടനം ചെയ്ത കടയുടെ ഗ്ലാസ് പൊട്ടി. ഏതോ ജ്വല്ലറിയുടെ കടയിലാണ് ഉദ്ഘാടനത്തിന് പോയത്. ഉദ്ഘാടനത്തിന് പോയപ്പോഴത്തേനും അവിടുത്തെ ഗ്ലാസ് പൊട്ടി. ഗൈസ്, എത്ര നല്ല ശകുനമാണ്, ശകുനം. അപ്പൊ നമുക്ക് അവിടെ വെച്ചിട്ട് നമ്മുടെ ജാസിയും ആഷിയും കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആഷി ഇട്ടുകൊണ്ട് പോയത് 5 ലക്ഷത്തിന്റെ ജാക്കറ്റാണ്. വിശ്വാസം വരുന്നില്ല? ഞാൻ പറഞ്ഞുണ്ടാക്കിയതൊന്നും അല്ല. പിന്നെ നമ്മുടെ ജാസി ഭയങ്കര ഗമയൊന്നും പറഞ്ഞതൊന്നും അല്ല. 5 ലക്ഷത്തിന്റെ പ്യുവർ ലെതറിന്റെ ജാക്കറ്റാണ് ഇട്ടുകൊണ്ട് പോയത്. അപ്പൊ നമ്മുടെ ജാസിയുടെ കുറച്ച് പൊങ്ങച്ച കാഴ്ചകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പൊ നമുക്ക് ജാസിയുടെ കുറച്ച് പൊങ്ങച്ചം പറച്ചിലും കുറച്ച് കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള മറുപടി പറച്ചിലും ഒക്കെ കണ്ടാലോ? ഇൻട്രസ്റ്റ് ഉണ്ടോ? കൂടെ പോരൂ. ഇതിന്റെ മേലെ ഒട്ടിക്കേണ്ടത് എത്ര സാധാരണ ആൾക്കാരാണ് കടയിൽ ഉദ്ഘാടനത്തിന് ചെന്നിട്ട് കടക്കാരോട് ഇതിന്റെ വിലയിലേ ഒട്ടിക്കണ്ടേ, അതിന്റെ വിലയിലേ ഒട്ടിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അവരെ ഹെൽപ്പ് ചെയ്യുന്ന ജാസിയാണ് നമ്മൾ ഇപ്പൊ കണ്ടത്. ഇനി നമുക്ക് ജാസിയുടെ കുറച്ച് ഗമ പറച്ചിൽ കേട്ടാലോ? പൊങ്ങച്ചം പറച്ചിൽ തന്നെ. എൻ്റെ മാലയ്ക്ക് ഇത്ര രൂപ വിലയാണ്, എൻ്റെ ആശി ഇട്ടേക്കുന്ന ജാക്കറ്റ്, പ്യോർ ലെതറിന്റെ ജാക്കറ്റ് 5 ലക്ഷം രൂപ വിലയാണ്. ആദ്യം നമുക്ക് ജാസിയുടെ ഓർണമെന്റ്സിനെയും സാരിയെയും കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒന്ന് കേൾക്കാം. 20 ഒക്കെ മുകളിൽ എന്തായാലും ഉണ്ടായിരിക്കും. ഔട്ട്ഫിറ്റ് എത്ര കോസ്റ്റ് ഉണ്ടാവും? ഔട്ട്ഫിറ്റ് ഈ സാരി എനിക്ക് തോന്നുന്നു അവൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്താണ്. അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല എത്ര എമൗണ്ട് ആണുള്ളത്. ജ്വല്ലറി എല്ലാം എനിക്ക് സിറൂസ് കളക്ഷന്റെ ജ്വല്ലറീസ് ആണ്. എല്ലാം അമേരിക്കൻ ഡയമണ്ട് വെച്ചുള്ള ജ്വല്ലറീസ് ആണ്. അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി ജ്വല്ലറീസ്. അത്യാവശ്യം നല്ല എമൗണ്ട് ഉണ്ട് എല്ലാത്തിനും. നെക്ലസിനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 20 ഒക്കെ മുകളിൽ എന്തായാലും ഉണ്ടായിരിക്കും. അവരുടെ പ്രീമിയം കളക്ഷൻസ് ഐറ്റംസ് ആണ് ഇതൊക്കെ. ഞാൻ റെന്റിൽ വാങ്ങിച്ചതാണ്. ഞാനോ? അല്ല, ഞാൻ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള വ്യക്തി. എനിക്ക് അങ്ങനെ ഒരു മാസം ജീവിക്കാൻ ഇത്ര വലിയ എമൗണ്ട് വേണം അങ്ങനെയൊന്നുമില്ല. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ജീവിക്കാൻ, വളരെ നോർമൽ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ കഞ്ഞിയും കപ്പയും കഴിച്ചിട്ടായാലും ഞാൻ ജീവിക്കുന്ന ഒരു സാധാരണക്കാരി ഒരു സ്ത്രീയാണ് ഞാൻ. സ്ത്രീ എന്നും പറയണ്ട. പിന്നെ ഈ മാലയ്ക്ക് 10-20 രൂപ വില വരും. സാരി ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. നമുക്ക് പോകെ വഴിയെ ജാസിയുടെ പൊങ്ങച്ചത്തിന്റെ കഥകൾ കേൾക്കാം. പക്ഷെ ഈ പറഞ്ഞത് എല്ലാവരും ഒന്ന് മൈൻഡിൽ വെച്ചോണം. സാരി ഗിഫ്റ്റായിട്ട് കിട്ടി. മാല 20,000 രൂപ വരും. 20,000 20,000 ആണ് പറഞ്ഞേക്കുന്നത്. എനിക്ക് വാടകയ്ക്ക് എടുത്തതാണ്. അവരുടെ പ്രീമിയം ജ്വല്ലറിയാണ്. ഞാൻ വാടകയ്ക്ക് എടുത്തതാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഇനി ഇത് മാറ്റി പറയല്ലേ ജാസി, മാറ്റി പറയല്ലേ. 50,600 രൂപ. ഇത് അമേരിക്കൻ ഡയമണ്ട് ആണ്. ഈ ഒരു മാലയ്ക്ക് വേണ്ടി മാത്രം 1,60,000. ഇല്ലല്ലോ, ഇത് ഭയങ്കര. ഞാൻ ഇത്ര സിമ്പിൾ ആയിട്ട് ഒരുങ്ങുന്നത് ആദ്യമായിട്ടല്ലേ? അല്ലേ? കളർ കോമ്പിനേഷൻ സൂപ്പർ ആയിട്ടുണ്ട്. 50,600 രൂപയുടെ സാരി, 1 ലക്ഷത്തിന്റെ 1.5 ലക്ഷത്തിന്റെ മാല. നേരത്തെ പറഞ്ഞ എന്തുവായിരുന്നു? സാരി എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ്. മാല 20,000 രൂപയുടെ മാലയാണ്. ഞാനത് വാടകയ്ക്ക് എടുത്തതാണെന്നാണ് പറഞ്ഞത്. എന്തോറ് പൊങ്ങച്ചം പറിച്ചില്. ഷിയാസ്ക പറഞ്ഞത് കുറച്ച് ഏജുള്ള ഒരാളാണ്, ഉമ്മാനെ പോലെ അതല്ലേ കണ്ടത്. അല്ലാണ്ട് വേറൊരു ന്യൂസ് വന്നിട്ടുണ്ട്. ആ കുട്ടി പരാതി കൊടുത്തതിൽ ആ കുട്ടി ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടുള്ള വന്നിട്ടുണ്ട്. അപ്പോ 43 വയസ്സാണ് തോന്നുന്നു അതിൽ കാണിക്കുന്നത്. അത് ആ സ്ത്രീക്ക് 60 വയസ്സാണോ ഈ 43 വയസ്സാണോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം വേറൊരു സംഭവത്തിൽ 43 വയസ്സാണെന്നും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. എന്താണ് തന്റെ ഫ്രണ്ടായ ഷിയാസ്ക ഇങ്ങനെ പറഞ്ഞത്? 60 വയസ്സായ എന്റെ ഉമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയാണെന്ന്. നമ്മൾ ആ ടോപ്പിക്കിലേക്ക് പോകുന്നില്ല. ഇപ്പൊ ജാസി പറഞ്ഞതിന്റെ പേരിൽ പറഞ്ഞതാണ്. ജാസിയും ഈ രേണു ഒക്കെ
സപ്പോർട്ടാണ് ഈ ഷിയാസിന്. അയാൾ തെറ്റ് ചെയ്തില്ലേ നമ്മളൊക്കെ പറയുന്നത് നമുക്കറിയില്ല. തെറ്റ് ചെയ്താൽ അയാൾ ശിക്ഷിക്കപ്പെടണം, തെറ്റ് ചെയ്തില്ലെങ്കിൽ ഈ സ്ത്രീയുടെ പേരിൽ അയാൾ മറിച്ച് കേസ് കൊടുക്കണം. എന്നാൽ ഇപ്പോഴത്തെ ഒരു സംസാരം വെച്ചിട്ട് ഈ ഷിയാസ് തന്നെയാണ് തെറ്റുകാരൻ, വേറെ ഒന്നിലുമല്ല. ഇപ്പോ ജാസി തന്നെ പറയുന്നുണ്ട് 43 വയസ്സേ വരത്തുള്ളൂന്ന്. പക്ഷേ ഷിയാസ്ക പറഞ്ഞു 60 വയസ്സുണ്ട്. ആ ഒരൊറ്റ വർത്തമാനത്തിലാണ് ഈ ഷിയാസിനെ എല്ലാവരും വെറുക്കുന്നത്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഷിയാസിന്റെ വോയിസിൽ തന്നെ നമ്മളെല്ലാവരും കേട്ട കാര്യം തന്നെയാണ്. 60 വയസ്സുള്ള എൻ്റെ ഉമ്മയുടെ പ്രായമുള്ള ആളാണ്. പിന്നെ ചാറ്റിങ്ങും നമ്മൾ കേട്ട കാര്യമാണേ. തെറ്റല്ലേ? അതേ നമ്മളൊക്കെ പറഞ്ഞോളൂ. അല്ല, നമ്മൾ ഇതിന്റെ സത്യാവസ്ഥയൊന്നും അറിയത്തില്ല. പക്ഷേ ജാസി ഒറ്റയ്ക്ക് സപ്പോർട്ടാണ് ഷിയാസിന്. ഷിയാസ് തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്തില്ലേ എന്തുവായാലും ഇതെല്ലാം ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്താം. നമുക്ക് ഷിയാസ്ഖാന്റെ വൈഫിന്റെ കാര്യം എടുക്കാം. കാരണം ഇപ്പൊ ഓൾറെഡി ആ ഒരു കുട്ടി ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയാണ്. ഒരു ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ഒരു പെണ്ണിന് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ഡിപ്രഷൻസ്, അതായത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറയും അതിന്. അത് ഭയങ്കര വലിയ സംഭവമാണ്. നമുക്ക് ഞാൻ പലപ്പോഴും എന്റെ ഫ്രണ്ട്സുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ കരച്ചിൽ കേൾക്കുമ്പോൾ ഈ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ്മോർട്ടം ഈ ഒരു അവസ്ഥയെ കുറിച്ച് നമ്മുടെ ജാസിക്ക് എങ്ങനെ പറയാൻ പറ്റും? എക്സ്പീരിയൻസ് ഉണ്ടോ? ാവും കുട്ടികളെ നമുക്ക് കൊല്ലാനടക്കം തോന്നും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അത്രയും ഒരു മാനസിക പ്രശ്നത്തിലൂടെയാണ് അവിടെ കടന്നു പോകുന്നത്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ കുറെ പ്രഷറും ഇങ്ങനത്തെ കുറെ ഈ ഓൺലൈൻ മീഡിയാസും ഈ കുറെ യൂട്യൂബേഴ്സ് ഒക്കെ വന്നിട്ട് കുറെ ഇങ്ങനെ സംഭവങ്ങളും ഈ ഹെഡിങ് ഒക്കെ കൊടുക്കുമ്പോൾ അത് കാണുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു മാനസിക വിഷമം മനസ്സിലാക്കിയിട്ട് ഇതങ്ങ് സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. ഞാൻ ആദ്യമേ ഇതിന്റെ തന്നെ 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മുടെ ജാസി പറഞ്ഞ അഭിപ്രായത്തിനെ കുറിച്ച് ഞാനൊന്ന് പറയട്ടെ. ജാസി പറഞ്ഞു ഈ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ പോകുമ്പോൾ കുഞ്ഞിനെ കൊല്ലാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവുന്നു. ഞാനും ഒന്ന് പ്രസവിച്ചതാ. ഞാൻ ഈ അവസ്ഥയിൽ കൂടെ ഒന്നും കടന്നു പോയിട്ടില്ല. എല്ലാ സ്ത്രീകൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല. ചില സ്ത്രീകൾക്ക് ഉണ്ടാവും, ചില സ്ത്രീകൾക്ക് ഉണ്ടാവില്ല. അപ്പൊ ജാസിക്ക് അത് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നമ്മളെ അതേ കണക്ക് കെയർ ചെയ്യാനായിട്ട് നമ്മുടെ വീട്ടുകാരോ അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാരോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കതൊരു വിഷയമേ അല്ല. നമ്മളതൊക്കെ തരണം ചെയ്ത് പോകും. കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ ബുദ്ധിമുട്ട് ചില സ്ത്രീകൾക്കൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അതിന് കട്ടയ്ക്ക് നമ്മുടെ വീട്ടുകാർ ആയാലും, നമ്മുടെ വീട്ടിലാണ് ഡെലിവറി എങ്കിൽ നമ്മുടെ വീട്ടുകാർ, അല്ല നമ്മുടെ ഹസ്ബൻഡിന്റെ വീട്ടിലാണ് ഡെലിവറി നടക്കുന്നതെങ്കിൽ അവർ വീട്ടിലല്ല, ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വരത്തില്ലേ, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയാണേ. അപ്പൊ ആരുടെ വീട്ടിലാണോ നമ്മളുള്ളത് അവർ നമുക്ക് കട്ടയ്ക്ക് സപ്പോർട്ട് തരും, നമ്മളെ കെയർ ചെയ്യും. അപ്പൊ നമുക്ക് അതൊരു പ്രശ്നമാവില്ല കുഞ്ഞുങ്ങളുടെ കരച്ചിലൊന്നും. അതൊന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ജാസി പറഞ്ഞു അവരുടെ ഒരു അവസ്ഥ വെച്ചിട്ട് ഇതെല്ലാവരും മാറ്റി നിർത്തണമെന്ന്. ഇപ്പോ ഭർത്താവ് തെറ്റ് ചെയ്തു, ഭർത്താവിന് വേണ്ടിയിട്ട് അവരുടെ കുറച്ച് വോയിസും പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ ഷിയാസിന്റെ മിസ്സിന്റെ അവരങ്ങനെ സംസാരിക്കുന്നതിന്റെ ഒക്കെ വോയിസ് വരുന്നുണ്ട്. എത്രയായാലും ഭർത്താവ് കുറ്റം ചെയ്യുമ്പോൾ ഭാര്യ പ്രസവിച്ച് കിടക്കുവാന്ന് വിചാരിച്ചിട്ട് ആരും മിണ്ടാതിരിക്കില്ല. എല്ലാവരും പറയും കേസ് എടുക്കാതിരിക്കുവോ, അയാളുടെ ഭാര്യ പ്രസവിച്ച് കിടക്കുവാണ് അതുകൊണ്ട് അയാളുടെ പേരിൽ കേസ് എടുക്കണ്ട, അല്ലെങ്കിൽ അയാളുടെ ഒന്നും പറയണ്ട എന്ന് ആരും വിചാരിക്കില്ല. തെറ്റ് ചെയ്താൽ അയാൾ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. അതിപ്പോ ഭാര്യ പ്രസവിച്ച് കിടക്കുകയാണെങ്കിൽ കൂടി തന്നെ. മനസ്സിലായല്ലോ? ഇതാണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ പറയും. ആശ കളർ വെച്ചില്ലേ, അത് വെയിലത്തിറങ്ങാത്തോണ്ടാ. വെയിലായതുകൊണ്ട് പുറത്തേക്ക് അങ്ങനെ ഇറങ്ങാറില്ല. ഉറപ്പായിട്ടും ഞാൻ വെളുത്തോ ഗൈസ്? ഞാൻ കിച്ചണിൽ ജോലി ചെയ്യുമ്പോഴും വെയിലത്ത് ഇറങ്ങുമ്പോഴും ഒന്നും സൺസ്ക്രീൻ ഉപയോഗിക്കാറില്ല. അതുകൊണ്ടായിരിക്കും ഞാനും വെളുത്തത്. ആശി വെളുത്തോ അയ്യേ, അയാളുടെ മോന്തായിരിക്കുന്നത്. അയാൾ എന്തൊക്കെ മേക്കപ്പ് കഴിച്ചു വെച്ചേക്കുന്നത്. പെണ്ണുങ്ങളെക്കാട്ടിയും കൂടുതലായിട്ട് പിരിയൊക്കെ എഴുതി, കണ്ണൊക്കെ എഴുതി, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടാ വന്നേക്കുന്നത്. നമ്മുടെ ജാസി ഒരുക്കി കൊടുത്തതായിരിക്കും. എന്തെങ്കിലും ഞാൻ ആരെയും ബോഡി ഷേം ചെയ്യില്ല. എന്നാൽ എത്ര വൃത്തികേടായിട്ട് അയാളെ മുഖം ഇരിക്കുന്നത്. അയാൾക്ക് ഒന്നും ചെയ്യാം, ഒരു മേക്കപ്പും ചെയ്യാതിരുന്നുണ്ടെങ്കിൽ അയാൾക്ക് കുറച്ച് വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു. മേക്കപ്പ് ചെയ്ത് അയാളെ കൊളാക്കി വെച്ചു, പിരിയൊക്കെ ഇങ്ങനെ നല്ലോണം വരച്ചു വെച്ചേക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോയിൽ ജാസിയുടെ മുഖം നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം, എന്നിട്ട് കമന്റ് ചെയ്യണേ ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന്. ഈ ജാക്കറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ഏത് ജാക്കറ്റ് മനസ്സിലായി? ഈ ജാക്കറ്റ് ഓജി തന്നെയാണിത്. ഈ ജാക്കറ്റിന്റെ ഓജി അല്ലെങ്കിൽ ഇത് ഫസ്റ്റ് കോപ്പി ആണെങ്കിലും ഇതിന്റെ വില എത്രയെന്ന് അറിയാം നാട്ടിലത്തെ. ഇത് ദുബായിൽ നിന്ന് എന്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതാ, ആശി ഗിഫ്റ്റ് കൊടുത്തതാണ്. അപ്പൊ എന്നോട് സ്പെഷ്യലി പറഞ്ഞായിരുന്നു ജാസ്തി ഇത് വീടിന് മുമ്പിൽ പറയരുത് കേട്ടോ. പക്ഷെ ഞാൻ പറയൂ, ഇത് അവിടുത്തെ 25,000 ദിർഹംസ്. അപ്പൊ ഇവിടുത്തെ എത്ര രൂപയായി? 5 ലക്ഷത്തിന് അടുത്തായി. 5 ലക്ഷത്തിന്റെ ജാക്കറ്റാണ് ഇട്ടിരിക്കുന്നത് മക്കളെ. ഞാൻ പറഞ്ഞു ക്യാഷ് ആയിട്ട് ഞാൻ മാലി വാങ്ങിച്ചിട്ടാണ്. ഇത് സത്യം പറഞ്ഞാല് നമ്മുടെ അസ്ഥിക്കുടം. അത് അതിന്റെ 2 കാലിന്റെ അവിടെ റിങ്ങും, പിന്നെ അത് 2 കൈ നമുക്കൊരു ബ്രേസ്ലെറ്റ് പോലെ വെച്ചിരിക്കുകയാണ്. അയ്യോ, ഈ ഒരു കാര്യം പറയാൻ മറന്നിട്ട് ഞാൻ സത്യം എനിക്ക് ഓർമ്മ. ടീഷർട്ട് വെറൈറ്റിയാ, ബ്രേസ്ലെറ്റ് വെറൈറ്റിയാ, 5 ലക്ഷത്തിന്റെ ജാക്കറ്റ് വെറൈറ്റിയാ.
ആഷിയുടെ എല്ലാം വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ്. മുഖവും നല്ല വെറൈറ്റിയാണ്. നിങ്ങൾ ആരെങ്കിലും നന്നായിട്ട് ശ്രദ്ധിച്ചൊന്ന് നോക്കണേ, ആഷിയുടെ മുഖം നല്ല വെറൈറ്റി ആയിട്ട് ഇരിക്കുന്നത് അപ്പം നമുക്ക് കാണാൻ പറ്റും. ജാസിയുടെ ഓർണമെന്റ്സിനെ കുറിച്ചും ആഷിയുടെ കൈ കിടക്കുന്ന ബ്രേസ്ലെറ്റിനെ കുറിച്ചൊക്കെ നന്നായിട്ട് വർണ്ണിക്കുന്നുണ്ട്. നമുക്ക് കേട്ടാലോ. എന്താ പറഞ്ഞേ, ജാസിയുടെ ഫ്രണ്ട് അങ്ങ് 25,000 രൂപയുടെ ദറം കൊടുത്ത് മേടിച്ച ജാക്കറ്റ് ഗിഫ്റ്റായിട്ട് കൊടുത്തത്. ഇന്ത്യൻ മണി 5 ലക്ഷം രൂപയുടെ ജാക്കറ്റ് ജാസിയുടെ ഫ്രണ്ട് ഗിഫ്റ്റായിട്ട് കൊടുത്തെന്ന്. 5 ലക്ഷം രൂപയുടെ ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കണമെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം എന്തൊരു ബന്ധമായിരിക്കും അല്ലേ. ഫ്രണ്ട് ആയിരിക്കും, ആർക്കറിയാം. എന്നാലും 5 ലക്ഷം രൂപയുടെ ജാക്കറ്റ് പൊങ്ങച്ചം. നെക്ലസിനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 20 ഒക്കെ മുകളിൽ എന്തായാലും ഉണ്ടായിരിക്കും. അവര് പ്രീമിയം കളക്ഷൻസ് ഐറ്റംസ് ആണ് ഇതൊക്കെ. ഞാൻ രണ്ടെല്ലാം അയച്ചതാണ്. ഞാൻ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള വ്യക്തി. എനിക്കങ്ങനെ ഒരു മാസം ജീവിക്കാൻ ഇത്ര വലിയ എമൗണ്ട് വേണം അങ്ങനെയൊന്നുമില്ല. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ജീവിക്കാൻ, വളരെ നോർമൽ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതാണ് നമ്മുടെ ജാസി. വളരെ സിമ്പിൾ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. 20,000 രൂപയുടെ നെക്ലേസ്, 5 ലക്ഷം രൂപയുടെ ജാക്കറ്റ്, ബ്രേസ്ലെറ്റ് എത്രയാണോ എന്തോ, ബ്രേസ്ലെറ്റിന്റെ കോസ്റ്റ് എന്തായാലും പറഞ്ഞില്ല, അത് എത്രയാണോ എന്തോ. ഇതൊക്കെയാണ് വളരെ സിമ്പിൾ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ജാസിയുടെ ഓർണമെന്റ്സിന്റെ വില. കണ്ടിട്ടുണ്ടായിരുന്നു. അത് രേണുവിച്ചിനെ പറയണ്ടല്ലോ, അത് ഓൾറെഡി എനിക്ക് ഓർമ്മ തന്നെ ഇല്ല ഞാൻ അങ്ങനെ ചാറ്റ് ചെയ്തിട്ടൊന്നും. പിന്നെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചേച്ചി പറഞ്ഞത് ഓക്കെ നമുക്ക് മീറ്റ് ചെയ്യാം, നമുക്ക് ഒരു കാണാം എന്നൊക്കെ ഉണ്ടാവുക. അത് നമ്മൾ നോക്കുന്ന തലങ്ങളിലാണ്. ഇപ്പോൾ വായ സിനിമ ഇറങ്ങിയപ്പോൾ വായിൽ അവന്റെ ഏട്ടൻ അനിയനോട് പറയുന്നത് നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്, നീ അവിടെ തന്നെ നിന്നാൽ മതി എന്ന്. അപ്പോൾ അത് അവൻ കേൾക്കുന്നത് തന്നെയാണ്, നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്, നീ അവിടെ തന്നെ നിന്നാൽ മതി. പക്ഷെ അവന്റെ ഏട്ടൻ എന്താ പറഞ്ഞത്, നീ ഇങ്ങോട്ട് വരണ്ട, നീ അവിടെ തന്നെ നിന്നാൽ മതി. അപ്പൊ അത്രേ ഉള്ളൂ. രേണുവിച്ചി പറയുന്നത് നമുക്ക് ഒരു ചായ കുടിക്കാം, മീറ്റ് ചെയ്യാം. നമ്മളെന്താ നമുക്ക് ചായ കുടിച്ചാലോ, മീറ്റ് ചെയ്താലോ, നേരെ മറിച്ച് രേണുവിച്ചി ഉദ്ദേശിച്ചത് കാണാലോ, അതിനെന്താ ഒരു ചായ കുടിക്കാൻ പോയാലോ, അങ്ങനെ എനിക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഒരു ചായ കുടിക്കാൻ പോയാലോ, ഒന്ന് കാണാലോ, അത്രയും നമ്മുടെ രേണു ചേച്ചി ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിനെയാണ് നിങ്ങൾ ഇത്ര വലുതാക്കി പറയുന്നത്. ചായ കുടിക്കാൻ പോവാനും ജസ്റ്റ് ഒന്ന് കാണാനും ഒക്കെ ആയിട്ട് കാലിന്റെ പടങ്ങളൊക്കെ അയച്ചു കൊടുത്ത്, പിന്നെ ഇവിടുത്തെ പടങ്ങളൊക്കെ നമ്മുടെ സബ്സ്ക്രിപ്ഷനിലുള്ള ഓരോരോ പടങ്ങളൊക്കെ, അതായത് കാലിന്റെ പടം, പിന്നെ പൊസിഷനിലുള്ള പിക്ചറുകളൊക്കെ അയച്ചു കൊടുത്തിട്ടല്ലേ ചോദിക്കുന്നത്. ചേട്ടാന്റെ കാല് കൊള്ളാമോ ചേട്ടാ, നമുക്കൊരു ചായ കുടിക്കാൻ പോണ്ടേ ചേട്ടാ. എന്തെങ്കിലും അറിഞ്ഞിട്ടാണ് ജാസി പറയുന്നത്. നമ്മുടെ രേണു പറഞ്ഞതിനെ എടുത്തു വെച്ച് അങ്ങ് ഒരു ഉദാഹരണ സഹിതം, വാഴ സിനിമയിലെ ഉദാഹരണ സഹിതം എടുത്തു വെച്ചിട്ടാ പറയുന്നത്. വാഴ സിനിമയിൽ ഇങ്ങനല്ലേ പറഞ്ഞ, അത് കണക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ രേണു ചേച്ചി പറഞ്ഞതാണ്. അതിനെ നിങ്ങൾ എല്ലാവരുടെ വേറൊരു അർത്ഥത്തിൽ എടുത്തതാണ്. എന്റെ പൊന്നു ജാസി, നിങ്ങൾ ആ ചാറ്റിൽ കണ്ടില്ലേ, രേണുവിന്റെ കാല് അയച്ചു കൊടുത്ത് അപ്പൊ തിരിച്ച് ഇമോജി വന്നേക്കുന്നത്. ഇതൊക്കെയാണ് വന്നേക്കുന്നത്. ചായ കുടിക്കാൻ പോകാനായിട്ട് പ്രൊമോഷന് വേണ്ടിയിട്ടും ക്ഷണിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ കാലും കൈയൊക്കെ അയച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ? അതെല്ലാം പോട്ടെ, രേണുവിന്റെ കൂടെ ചായ കുടിക്കാൻ പോവാനും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കറങ്ങാൻ പോവാനുമായിട്ടൊക്കെ രേണു അത്ര വലിയ സെലിബ്രിറ്റി ആയി. രേണു സെലിബ്രിറ്റി തന്നെ, ഇപ്പൊ സെലിബ്രിറ്റി തന്നെ. പക്ഷെ നമ്മുടെ സെലിബ്രിറ്റി ആയിട്ടുള്ള എത്രയോ താരങ്ങളുണ്ട്. അവരാരും ഈ ചായ കുടിക്കാൻ പോകാനും ഇതിനൊന്നും ഇത്ര രൂപ രേണുവിന്റെ കൂടെ ചായ കുടിക്കാൻ പോകാൻ ഇത്ര രൂപ, പിന്നെ കാറിൽ സഞ്ചരിക്കാൻ ഇത്ര രൂപ, പിന്നെ അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഉണ്ടോ? അതൊക്കെയാണ് നമ്മുടെ രേണുവിന്റെ ചാറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ചാറ്റൊന്നും കൃത്യമായിട്ട് കണ്ടിട്ടില്ല നമ്മുടെ ജാസി ചേച്ചി. എന്നിട്ടാണ് രേണു ചേച്ചി അങ്ങ് പൊക്കി കൊണ്ടുവന്നത്. രേണു എന്താ പറഞ്ഞേ അതിനെ എടുത്ത് വെച്ച് കോപ്പി അടിച്ച് പറയുന്നു. അത്രയേ ഉള്ളൂ. സപ്പോർട്ട് ചെയ്യണ്ടേ, നമ്മുടെ രേണുവിനെ സപ്പോർട്ട് ചെയ്യണ്ടേ? തീർച്ചയായിട്ടും വേണം. നമ്മുടെ ആഷിയുടെ മോതിരത്തിനെ അങ്ങോട്ട് പുകഴ്ത്തി പറയുന്നുണ്ട്. അപ്പം അതങ്ങോട്ട് നമ്മുടെ ജാസിക്ക് ഇഷ്ടപ്പെട്ടില്ല. ജാസി പറയുന്നു, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചില്ലേ, ഞാൻ എത്ര സിമ്പിളായിട്ടാണ് ഇന്ന് മേക്കപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണെന്ന് ഉദ്ഘാടനം കഴിഞ്ഞപ്പോഴേ അവിടുത്തെ ഗ്ലാസ്സുകളെല്ലാം തക്കിടതോ എന്ന് പറഞ്ഞിട്ട് പൊട്ടിപ്പോയത്. എന്തായാലും നമുക്ക് ഇവരുടെ പൊങ്ങച്ചം പറിച്ചിൽ കുറച്ചുകൂടെ ഒന്ന് കേൾക്കാം. ഭാര്യയുടെയും ഭർത്താവല്ല, ഭർത്താക്കന്മാരുടെ. അത് ബ്രേസ്ലെറ്റ് ആണോ അതോ മോതിരാണോ? ഇതൊരു അസ്ഥികൂടാണ്. അത് ബ്രേസ്ലെറ്റ് വിത്ത് റിംഗ് വരും. ഇതാട്ടോ നഖത്തിന്റെ റിംഗ്. അവൻ ഇങ്ങനത്തെ ആക്സസറീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി. ഇതെല്ലാം നമുക്ക് ഇതിന്റെ പ്രൈസ് പറയാൻ പറ്റും? ഞാൻ തിരിക്കുന്നതാണ് പ്രൈസ് കൂടുതൽ. എങ്ങനെയുണ്ട് ഇന്ന്? ഞാൻ നോർമലി ഭയങ്കര എന്താണ് ജ്വല്ലറിയും ഭയങ്കര ഹെവി ഒക്കെ ആയിട്ടാണ് അധികം എല്ലാ ഫംഗ്ഷനും വരാറ്. ഇന്ന് ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് ഒരുങ്ങിയിട്ടുള്ളത്. കാരണം ഒന്നാമത് എനിക്ക് ഈ സാരി എനിക്ക് ഓൾറെഡി ഇതിന്റെ ഓണർ രഞ്ജു എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്ന സാരിയാണ്. അവളെ പ്രോഗ്രാമിൽ ഇതെടുത്ത് വരണമെന്ന് പറഞ്ഞത്.
അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് എന്ത് ഒരു ഓർണമെന്റ്സ് ഇടും. പിന്നെ ഞാനാണ് സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്തത്, ഹെയർ സ്റ്റൈൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തത്. സാധാരണ എപ്പോഴും നമുക്ക് ബ്യൂട്ടീഷ്യൻ അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇന്ന് പ്രാവശ്യം ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഒരുങ്ങാം എന്ന രീതിയിൽ ഞാൻ തന്നെയാണ് ഒരുങ്ങിയത്. അപ്പോൾ ഞാൻ ഭയങ്കര സിമ്പിൾ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് വന്നത്. ഞാൻ ഇത്രയും സിമ്പിൾ ആയിട്ട് അങ്ങനെ എവിടെയും പോകാറില്ല. കുറച്ച് ഹെവി. അല്ലാ, ഇതാരത്? സ്വർഗ്ഗലോകത്ത് നിന്ന് അപ്സരസോ? അതെ, അപ്സരസ് തന്നെയാണ്. ദേവി, എന്റെ ഗന്ധർവൻ എവിടെ? എന്റെ ഗന്ധർവനെ തേടി ഇറങ്ങിയതാണ് ഞാൻ. ആത്മരാഗമേകാൻ നദിയിൽ സുഹൃതം നല്ലതാ മാമ. അപ്സരസ് എല്ലാം തോന്നാൻ മൂപ്പരിന് അപ്സരസിനെ കണ്ട പരിചയമൊന്നുമില്ലല്ലോ. ഒന്ന് നടക്ക ചോറയിക്കാം. സ്വർഗലോകത്ത് അപ്സരസോ? ഈ അപ്സരസിനെ കണ്ടുകൊണ്ട് നമുക്ക് ജാസിയുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പം ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് എടുത്താൽ മതി. ഞാനിങ്ങനെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോഴത്തേന് ഇങ്ങനെ നമ്മുടെ ജാസിയുടെ കുറച്ച് ഉദ്ഘാടനത്തിന്റെ വീഡിയോസ് ഒക്കെ കണ്ടു. ജാസി പറഞ്ഞ കുറച്ച് പൊങ്ങച്ചൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ എടുത്തതാണ്. അപ്പം ഇതിന്റെ അഭിപ്രായം ഈ ജാസിയെ കുറിച്ചും ആശയെ കുറിച്ചും ജാസിയുടെ ആശയുടെയും പൊങ്ങച്ചം പറച്ചിലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കമന്റിൽ പറയണേ. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.